ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, വചനം തിരുവചനം ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിജയത്തിന് ശേഷം പരാജയം കടന്നു വരാതെ സൂക്ഷിച്ചു കൊള്ളുക എന്നതിനെ പറ്റിയാണ്. ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരുമ്പോൾ, ദൈവത്തിൻ്റെ കൈക്ക് പിടിച്ച് നമ്മൾ മുന്നേറുമ്പോൾ, വിശുദ്ധിയിൽ നമ്മൾ വളരുമ്പോൾ, കൃപകളിൽ നമ്മൾ മുന്നേറുമ്പോൾ, നമുക്ക് പറ്റാവുന്ന ഒരു അപകടത്തെപ്പറ്റി സഭാപിതാക്കന്മാരും ആത്മീയ ഗുരുക്കന്മാരും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, വലിയ വിജയത്തിന് ശേഷം ഒരു പരാജയം പെട്ടെന്ന് തന്നെ വരാനുള്ള സാധ്യത നമ്മുടെ മുൻപിൽ ഉണ്ട്. ദൈവത്തിൻ്റെ വചനം ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത്? ജോഷുവയുടെ പുസ്തകത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് മുന്നോട്ട് പോകുകയാണ്. വർഷങ്ങൾക്ക് ശേഷം മോശ മരിക്കുന്നു. മോശയ്ക്ക് ശേഷം നേതൃത്വം ഏറ്റെടുക്കുന്നത് ജോഷുവയാണ്. ജോഷുവ വളരെ മനോഹരമായിട്ട് തന്നെ ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ജോഷുവ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ കർത്താവ് ജോഷുവയ്ക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്. ജോഷുവയുടെ പുസ്തകം അധ്യായം 1 വചനം 8 നമ്മൾ കാണുന്നുണ്ട്, നിന്നെ ഒരിക്കലും ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ല. നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്നോടുകൂടി ഉണ്ടായിരിക്കും. അതിനു മുൻപുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കാണാം, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ? മോശയോട് കൂടി എന്നതുപോലെ നിന്നോടുകൂടെയും ഞാൻ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലും നിന്നെ പരാജയപ്പെടുത്തുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ദൈവമായ കർത്താവ് ഒരു വാഗ്ദാനം, ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, ഒരു ഉറപ്പ് ജോഷുവയ്ക്ക് കൊടുക്കുകയാണ്. ജോഷുവ ഈ ഉറപ്പിൻ്റെ ബലത്തിൽ, ഈ വചനത്തിൻ്റെ ബലത്തിൽ മുന്നോട്ട് പോകുന്നു. യുദ്ധങ്ങളെല്ലാം ജയിക്കുകയാണ്. നമ്മൾ ഓർക്കണം, പഴയ നിയമത്തിലെ മുഴുവൻ യുദ്ധങ്ങളും പുതിയ നിയമത്തിൽ വരുമ്പോൾ ആത്മീയ യുദ്ധങ്ങളായിട്ട് മാറുകയാണ്. പിശാചിനോടും പാപത്തോടും ജഡത്തോടും ലോകത്തോടും പാപസുഖങ്ങളോടും, ജഡം പിശാച് ലോകമെന്ന ത്രിമൂർത്തികളോട്, അതൊരു ത്രിത്വമാണ്. ജഡം പിശാച് ലോകം, അത് വേറെ ത്രിത്വമാണ്. അതിനോട് പോരടിക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ നിഴലാണ് ഈ പഴയ നിയമത്തിൽ കാണുന്ന ഈ എല്ലാ യുദ്ധങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജോഷുവ മുന്നോട്ട് പോവുകയാണ്. 6-ാമത്തെ അധ്യായം, ജോഷുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള, വളരെ പ്രയാസമുള്ള ഒരു യുദ്ധം അവർ നേരിടേണ്ടി വരികയാണ്. ആ യുദ്ധം ജെറീക്കോ എന്ന് പറയുന്ന പട്ടണത്തോടാണ്. അപ്പോൾ ജെറീക്കോയിലെ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോഴുള്ള പ്രശ്നം ഇതാണ്, ഈ ജെറീക്കോ പട്ടണത്തിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. കാരണം വലിയ ഒരു മതിൽ അവിടെ ഉയർന്നു നിൽക്കുന്നു. 50 ആനകൾ ഒരുമിച്ചിടിച്ചാൽ പോലും തകർന്നു പോകാത്ത വണ്ണം ഉള്ള ഒരു മതിൽ. 6-7 വലിയ കുതിരവണ്ടികൾ, രഥങ്ങൾ മുകളിലൂടെ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന, ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന വീതിയുള്ള പടുകൂറ്റൻ ജെറീക്കോ മതിൽ. ഒരു മനുഷ്യനെ കൊണ്ടും ഇടിച്ചു തകർക്കാൻ പറ്റാത്ത വണ്ണം അവരുണ്ടാക്കി വച്ചിരിക്കുന്ന മതിൽ തകർത്താലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയാം, മനുഷ്യനെ കൊണ്ട് ഇത് സാധിക്കുന്നില്ല. പക്ഷെ ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ 6 ദിവസം ഈ മതിലിന് ചുറ്റും നിങ്ങൾ നടക്കണം. 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം കാഹളം ഊതണം. ജനങ്ങളെല്ലാം തട്ടഹസിച്ച് ദൈവമായ കർത്താവിനെ ആരാധിക്കണം, സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം, നന്ദി കരേറ്റണം, സ്തോത്രഗീതങ്ങൾ അർപ്പിക്കണം. അങ്ങനെ 7-ാമത്തെ ദിവസം ജനങ്ങളെല്ലാം കാഹളനാദത്തിൻ്റെ അകമ്പടിയോടുകൂടി ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് കോട്ടയിൽ മിന്നലുളികളെ പതിപ്പിക്കുകയും വിള്ളലുകൾ വീഴ്ത്തുകയും ജെറിക്കോയുടെ കോട്ടയെ തകർത്ത് കളയുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അത് സംഭവിച്ചു. ലോകത്തിലെ മറ്റൊരു മനുഷ്യർക്കും സാധ്യമല്ലാതിരുന്നൊരു കാര്യം ദൈവം കൂടെ നിന്നതിനാൽ മാത്രം ജോഷുവായ്ക്കും ഇസ്രായേൽ ജനത്തിനും സാധിക്കുകയാണ്. വലിയൊരു വിജയം ജെറിക്കോ പട്ടണം അവർ പിടിച്ചെടുത്തു. അപ്പോൾ ഇത് കേട്ടവരൊക്കെ ഞെട്ടിപ്പോയി. കാരണം ജെറിക്കോ തകർക്കപ്പെടുക എന്ന് പറയുന്നത് അത്രയ്ക്ക് അസാധ്യമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു പ്രശ്നം സംഭവിച്ചു. അപ്രാപ്യമായിരുന്നൊരു കാര്യം, അസാധ്യമായിരുന്നൊരു കാര്യം ദൈവത്താൽ സാധിച്ചു കിട്ടിയ ഇസ്രായേൽ ജനം തൊട്ടടുത്ത അധ്യായത്തിൽ, ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ, ആയി എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തോട് യുദ്ധം ചെയ്തപ്പോൾ തോറ്റു ഓടുകയാണ്. 37ഓളം പേര് വധിക്കപ്പെട്ടു. ബാക്കി അയച്ച 10,000-3000 പട്ടാളക്കാരുണ്ടായിരുന്നു. അവരെല്ലാം ഭയന്ന്
ലജ്ജിച്ച് നാണം കെട്ട് തിരിച്ചു ഓടിക്കളഞ്ഞു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വലിയ രാജ്യത്തോട് യുദ്ധം ചെയ്തിട്ട് ഒരു ഗ്രാമത്തോട് പോയി തോൽക്കുന്ന അവസ്ഥ, അതാണ് ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത്. നാണക്കേട് കാരണം തല ഉയർത്താൻ പറ്റുന്നില്ല. കാരണം ജോഷുവ വിചാരിക്കുകയാണ്, ദൈവമേ ഇപ്പോൾ ബാക്കി രാജാക്കന്മാരൊക്കെ വിചാരിക്കും ഈ ചെറിയ ഗ്രാമത്തോട് പോയി തോറ്റല്ലോ, അത്രയും ചെറിയ രാജ്യമാണ്, ഇനി എല്ലാവരും കൂടി ഇങ്ങോട്ട് ആക്രമിക്കാൻ വരും. ഇപ്പം ജോഷുവ എന്ത് ചെയ്തു? ജോഷുവ സാഷ്ടാംഗം വീണ് നിലവിളിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ വിജയത്തിന് ശേഷം ഒരു പരാജയം അവർക്കുണ്ടാകുന്നു. ഒരു വൻ വിജയത്തിന് ശേഷം ശ്വാസം വിട്ട് നമ്മൾ തീരുന്നു എന്ന് പറയുന്നതിനകം പെട്ടെന്ന് തന്നെ ഒരു വമ്പൻ പരാജയം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം. പത്രോസിൻ്റെ ജീവിതത്തിൽ ഇത് നമുക്ക് കാണാൻ പറ്റും. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ദൈവത്തിൻ്റെ പൊന്നോമന പുത്രനായ യേശു ക്രിസ്തു, നമ്മുടെ കർത്താവിൻ്റെ രക്ഷകനും യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ ഒരാൾ പറഞ്ഞു ഏലിയ, വേറൊരാൾ പറഞ്ഞു മോശ. അങ്ങനെ ഓരോരുത്തർ ഉത്തരം പറയുമ്പോൾ പത്രോസ് മാത്രം കണ്ണൊക്കെ അടച്ചിങ്ങനെ മുകളിലേക്ക് നോക്കി ധ്യാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ഒടുവിൽ പത്രോസ് വാ തുറന്നു. പുറത്തേക്ക് വന്നതാകട്ടെ അത്ഭുതകരമായൊരു സത്യമാണ്. പത്രോസിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഇതാണ്: യു ആർ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അത്ഭുതകരമായൊരു സത്യമാണ്. ഉടനെ യേശു പറഞ്ഞു, യോനാടെ പുത്രനായ ശിമയോനെ, മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഒരു വലിയ വിജയം. ബാക്കി 11 അപ്പോസ്തലന്മാർക്കും സാധിക്കാതിരുന്നത് ഇതാ പത്രോസിന് മാത്രം സാധിച്ചിരിക്കുന്നു. ബാക്കി 11 പേരും തോറ്റുപോയ സ്ഥലത്ത് പത്രോസ് മാത്രം ജയിച്ചിരിക്കുന്നു. പത്രോസ് എന്ന് പറയുന്ന ഒരേ ഒരു വ്യക്തി 100-ൽ 100 മാർക്കും മേടിച്ച്, ഡിസ്റ്റിങ്ഷനും അപ്പുറം മാർക്ക് മേടിച്ച് വിജയിച്ച് നിൽക്കുന്നു. ബാക്കി 11 പേരും ജയിക്കാനുള്ള മാർക്ക് കിട്ടാതെ തോറ്റ് തലകുനിച്ച് നിൽക്കുകയാണ്. പത്രോസ് ഇങ്ങനെ വിജയശ്രീലാളിനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് യേശു പറഞ്ഞു, ഞാൻ ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഞാൻ അവിടെ വെച്ച് എന്നെ എല്ലാവരും കൂടെ എൻ്റെ പുറത്ത് തുപ്പും, എന്നെ അടിക്കും, എന്നെ ക്രൂശിൽ വധിക്കും, എന്നെ കുരിശിൽ തറച്ച് കെട്ടിത്തൂക്കി കൊല്ലും. ഉടനെ പത്രോസ് എടുത്ത് ചാടി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിനക്കിത് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, കർത്താവേ, നിനക്ക് കുരിശുമരണം സംഭവിക്കാതിരിക്കട്ടെ. ഉടനെ യേശു എല്ലാവരുടെയും മുൻപിൽ വെച്ച് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ പുറകിപ്പോ, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്, നീ എനിക്ക് തടസ്സമാണ്. ബാക്കി ഒരു ശിഷ്യരെയും കർത്താവ് സാത്താനെ എന്ന് വിളിച്ചില്ല. നേരത്തെ 5 മിനിറ്റ് മുമ്പ് ജയിച്ച പത്രോസിനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാത്താനെ എന്ന് വിളിച്ചു. അപ്പോൾ 5 മിനിറ്റ് മുമ്പ് പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും പിതാവായ ദൈവത്തിന് വേണ്ടി വാ തുറക്കുകയും ചുണ്ടുകളെ ചലിപ്പിക്കുകയും നാവിനെ ഉപയോഗിക്കുകയും ചെയ്ത പത്രോസ്, പിതാവായ ദൈവത്തിൻ്റെ ശബ്ദമായി മാറിയ പത്രോസ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാത്താൻ്റെ ശബ്ദമായി മാറി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാത്താന് വേണ്ടി സംസാരിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാത്താൻ്റെ മുമ്പിൽ ചെവി തുറന്നു കൊടുത്തു. സാത്താനെ എന്നുള്ള വിളിയും കേട്ടു. പ്രിയപ്പെട്ടവർ, എന്തൊരു പാഠമാണിത്! പടുകൂറ്റൻ എവറസ്റ്റിൻ്റെ മുകളിൽ നിന്നും തലയും കുത്തി കുഴിയിലേക്ക് വീഴുന്ന പോലത്തെ ഒരു അനുഭവം. പത്രോസ് തലയും കുനിച്ച് നിൽക്കുകയാണ്. കണ്ടോ, ഒരു വലിയ വിജയത്തിന് ശേഷം ഒരു വമ്പൻ പരാജയം പെട്ടെന്ന് തന്നെ പിടികൂടുന്നു. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചില നല്ല പ്രലോഭനങ്ങളെയൊക്കെ തോൽപ്പിച്ച് നല്ല വിജയിച്ച് അല്പം ഗമയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് തീരെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ച് നമ്മൾ കാലം തട്ടി താഴെ വീഴുന്നത്. അപ്പോൾ നമ്മൾ കിടന്ന് നേരെ വിളിക്കുക, അയ്യോ എല്ലാം തീർന്നു, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പിടിച്ചു വന്നതാ, ദാ 2 മാസം പിടിച്ചു നിന്ന് ദാ കിടക്കുന്നു താഴെ. പരാജയങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളാൻ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏലിയ പ്രവാചകന്റെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിക്കുന്നുണ്ട്. കർമ്മേൽ മലയുടെ മുകളിൽ 400 പ്രവാചകന്മാരെ ഇളിഭ്യരാക്കിക്കൊണ്ട് 400 കള്ളപ്രവാചകന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവമായ കർത്താവ് സത്യദൈവമാണെന്ന് തെളിയിക്കാൻ ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ സ്വർഗത്തു നിന്ന് തീയിറങ്ങി ഏലിയ പ്രവാചകന്റെ ഓൾട്ടറിലേക്ക്, അവിടെ ഒഴിച്ചു വെച്ചിരുന്ന വെള്ളത്തിലേക്കും അഗ്നി ഇറങ്ങി വന്ന് വിറകും ദഹനബലി വസ്തുക്കളും മാംസവും എല്ലാം കത്തിച്ചാരമാക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വരികയാണ്. ദൈവം യഹോവയാണെന്ന് തെളിയുക മാത്രമല്ല, ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, പ്രവാചകനാണ് ഏലിയ എന്നും കൂടെ തെളിയിക്കപ്പെട്ടു. അപ്പോൾ ജനങ്ങളെല്ലാം ഭയന്ന് വിറയ്ക്കുകയാണ്. ഒരു വൻപൻ വിജയം,
വലിയ വിജയം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് നേടിയെടുക്കാൻ പറ്റാത്തൊരു വിജയം. കാർമേലിൻ്റെ മലമുകളിൽ ഒറ്റയ്ക്ക് നിന്ന് 400 സാത്താൻ്റെ പ്രവാചകന്മാരോട് പടപൊരുതി വിജയിച്ചു നിൽക്കുന്ന ഏലിയ തൊട്ടടുത്ത ദിവസം നിരാശയുടെ പടുകുഴിയിൽ ഒരു മരത്തിൻ്റെ, ഒരു വാടാമുൾച്ചെടിയുടെ താഴെ കിടന്നുകൊണ്ട് ഇപ്രകാരം നിലവിളിക്കുകയാണ്, അയ്യോ എനിക്ക് മരിച്ചാൽ മതി, അയ്യോ എനിക്ക് മരിച്ചാൽ മതി, അയ്യോ എനിക്ക് മരിച്ചാൽ മതി. നിരാശപ്പെട്ടു പോയ മനുഷ്യൻ ദൈവത്തെപ്പറ്റി ഒരു വിവരവുമില്ലാത്തൊരു മനുഷ്യനെ പോലെ പെരുമാറുന്നു. ദൈവത്തെപ്പറ്റി ഒരറിവുമില്ലാത്തൊരു മനുഷ്യനെ പോലെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിങ് ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയെ പോലെ, ദൈവത്തിൻ്റെ തേജസ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയെ പോലെ, ഒരിക്കലും ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിയെ പോലെ ദയനീയമായിട്ട് പരാജയപ്പെട്ട് നിസ്സഹായനായിട്ട് എനിക്ക് മരിച്ചാ മതി എന്ന് പറഞ്ഞ് നിരാശയുടെ പടുകുഴിയിൽ കിടന്ന് നിലവിളിക്കുന്ന പരാജയപ്പെട്ട ഏലിയായെയും നമ്മൾ കാണുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു ധ്യാനമൊക്കെ കൂടി 2-3 മാസം നല്ല അടിപൊളിയായിട്ട് വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് പോയപ്പോഴാണ് പെട്ടെന്ന് കിടക്കുന്ന താഴെ, പെട്ടെന്ന് തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു പരാജയം വരികയാണ്. വിഷമിക്കരുത്. ഇന്നത്തെ വചന ശുശ്രൂഷ മുഴുവൻ കേൾക്കുക. ദൈവം നിങ്ങൾക്കായിട്ടൊരു സന്ദേശം തരും. രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരാജയങ്ങൾക്ക് കാരണം ദൈവമല്ല, നമ്മൾ തന്നെയാണ്. അപ്പോൾ ജോഷുവ ആയി പട്ടണത്തോട് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 10-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്. ജോഷുവ വസ്ത്രം വലിച്ചു കീറി സാഷ്ടാംഗം കിടന്ന് നിലവിളിക്കുകയാണ് ദൈവത്തോട്. ദൈവമേ നീ ഞങ്ങളെ കൈവിട്ടല്ലോ, ദൈവമേ നീ ഞങ്ങളെ നാണം കെടുത്തിയല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് നീ ഞങ്ങളെ ഇങ്ങനെ നാണം കെടുത്തിയത്? അപ്പോൾ ദൈവം ജോഷുവയോട് വളരെ ശാന്തമായിട്ട് ചോദിക്കുക, ജോഷുവ നീ എന്തിന് ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? പ്രിയപ്പെട്ട മക്കളെ, ദൈവമക്കളെ, ഒരു വലിയൊരു രഹസ്യം ഇവിടെ ഉണ്ട്. പാപം നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ സാഷ്ടാംഗം വീണ് കിടന്ന് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആരാധിച്ചാലും, സാഷ്ടാംഗം വീണ് കിടന്ന് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ആരാധിച്ചാലും, ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പാപത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് നീ എന്തിനിങ്ങനെ സാഷ്ടാംഗം വീണ് തറയിൽ കിടക്കുന്നു? ജോഷുവ മണ്ണിലേക്ക് സാഷ്ടാംഗം വീണ് കിടന്ന്, ഇതിൻ്റെ അപ്പുറം ഇനി താഴ്ന്നു കിടന്ന ഒരു ആരാധനയില്ല, മണ്ണിലേക്ക് കമിഴ്ന്നടിച്ച് കിടന്ന് പൂഴിയുടെ അകത്ത് കിടന്ന് ആരാധിക്കുക. ആ സമയത്ത് ദൈവം ചോദിക്കുക, നീ എന്തിനിങ്ങനെ നിന്റെ വസ്ത്രമെല്ലാം വലിച്ചു കീറി, നീ എന്തിനാണ് ഇങ്ങനെ തറയിൽ കിടന്ന് എന്നെ കമിഴ്ന്ന് കിടന്ന് ആരാധിക്കുന്നത്? ഇതുകൊണ്ട് കാര്യമില്ല. ഇങ്ങനെ തറയിൽ കമിഴ്ന്ന് കിടന്ന് എന്നെ ആരാധിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. 7-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, അവർ എൻ്റെ കൽപ്പന ലംഘിച്ചിരിക്കുന്നു, അവർ നിഷിദ്ധ വസ്തുക്കളെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, അവരെൻ്റെ കമാൻഡ്മെന്റ്സ്, എൻ്റെ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞാൻ എടുക്കരുതെന്ന് പറഞ്ഞ വസ്തുക്കളെ അവർ സൂക്ഷിച്ചിരിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ദൈവം ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞ ഏതെങ്കിലും വ്യക്തികളെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടാണോ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്? ദൈവം നോക്കരുതെന്ന് പറഞ്ഞ എന്തിനെങ്കിലും നോക്കിക്കൊണ്ടിരുന്നിട്ടാണോ നിങ്ങൾ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ കിടന്ന് ദൈവത്തെ ആരാധിക്കുന്നത്? ദൈവം എടുക്കരുതെന്ന് പറഞ്ഞ എന്തിനെങ്കിലും എടുത്തു വച്ചിട്ടാണോ നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? ദൈവം മോഹിക്കരുതെന്ന് പറഞ്ഞ എന്തിനെങ്കിലും അനേക നാളുകളായി ഹൃദയത്തിൻ്റെ ഒരു അറയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണോ നമ്മൾ കൈയടിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഉപവസിച്ചു കൊണ്ടിരിക്കുന്നത്? ദൈവം യഥാർത്ഥ പ്രോബ്ലത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ജോഷുവ, ആരാധനയുടെ പ്രശ്നമല്ല ഇവിടുത്തെ പ്രശ്നം, ആരാധനയുടെ കുറവല്ല ഇവിടുത്തെ പ്രോബ്ലം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് പാപമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പത്രോസിനെ പറ്റി അല്പം മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, പത്രോസ് എന്തുകൊണ്ടാണ് തോറ്റുപോയെന്നറിയാവോ? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് യേശു എന്നുള്ള സത്യം പത്രോസ് വിളിച്ചു പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, നീ പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവനാണ്, നീ പിതാവായ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കൃപ കിട്ടിയവനാണ്, ഭാഗ്യം കിട്ടിയവനാണ്. ബാക്കി ആർക്കും കിട്ടിയില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ പത്രോസ് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞെളിയുകയാണ്. ബാക്കി 11 പേർക്കും പിതാവിൻ്റെ സ്വരം തിരിച്ചറിയാനായിട്ട് പറ്റിയിട്ടില്ല, എനിക്ക് മാത്രമാണ് പിതാവിൻ്റെ സ്വരം തിരിച്ചറിയാൻ പറ്റിയത്. പത്രോസ് ഇങ്ങനെ പൊങ്ങി 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 ബലൂൺ വീർക്കുന്ന പോലെ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ, എനിക്ക് മാത്രമേ പിതാവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുള്ളൂ, എനിക്ക് മാത്രമേ റെവലേഷൻ കിട്ടിയുള്ളൂ, എനിക്ക് മാത്രമേ വെളിപാട് കിട്ടിയുള്ളൂ. ഇങ്ങനെ പൊങ്ങി പൊങ്ങി അങ്ങ് പോവുകയാണ്. ഈ സമയത്താണ് വീർത്തിരിക്കുന്ന ബലൂണിൽ സൂചി കൊണ്ട് കുത്തുന്നത് പോലെ ടപേന്ന് പത്രോസ് പൊട്ടുന്നത്. അഹങ്കാരത്താൽ വീർത്തുകൊണ്ടിരുന്ന പത്രോസ് സാത്താനെ എന്നുള്ള വിളി കേട്ട് ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. ഏലിയായ്ക്ക് ഇത് തന്നെയാണ് സംഭവിച്ചത്. ഏലിയ തീയിറക്കി വലിയ ആളായി നിൽക്കുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ അടുത്ത് അടിക്കുന്ന ഒരു ഡയലോഗുണ്ട്. എന്താണെന്നറിയാമോ? ദൈവമേ, ഇസ്രായേലിൽ ഞാൻ മാത്രമേ നിനക്കുള്ളൂ കേട്ടോ,
ബാക്കി ആരും നിന്റെ കൂടെ അല്ല, ഞാൻ മാത്രമാണ് നിന്റെ കൂടെ നിന്നിട്ടുള്ളൂ. ഉടനെ കർത്താവ് എടുത്തടിച്ചതുപോലെ ഒരു മറുപടി കൊടുക്കുക. ബാലിന്റെ മുൻപിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. നിന്നോട് ആരാടാ പറഞ്ഞത് നീ മാത്രമേ ഉള്ളെന്ന്? എടാ 7000 പേരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇദ്ദേഹം ദൈവത്തിന് മുമ്പിൽ പറയുകയാണ്, ഞാൻ മാത്രമാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നത്. നമ്മൾ ഈ ചിലപ്പോഴൊക്കെ നമ്മൾ എന്നും പള്ളിയിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോഴായിരിക്കും പള്ളിയിൽ പോകാത്തൊരു ചേട്ടൻ റോഡിൽ കൂടെ ഒരു ബീഡിയും വലിച്ചു പോകുന്നത്. ഉടനെ നമ്മൾ ഉള്ളിൽ പറയുകയാണ്, ഞാൻ എത്രയോ വലിയ ആളാണ് ആ ചേട്ടനെക്കാളും, ഞാൻ എത്രയോ വളർന്ന ആളാണ്. ചേട്ടൻ ദുഃഖ വെള്ളിയാഴ്ച മാത്രമേ പള്ളിയിൽ പോകുന്നുള്ളൂ, ഞാനാണെങ്കിൽ എല്ലാ ദിവസവും പോകുന്നുണ്ട്. ഞാൻ എത്രയോ വലിയവൻ. ബലൂൺ പോലെ വീർക്കും. ഓട്ടനെ പൊട്ടാൻ സാധ്യതയുണ്ട്, ഓട്ടനെ അപകടം വരാൻ സാധ്യതയുണ്ട്. വെള്ളം അടിച്ച് 4 കാലേ പോകുന്നൊരു ചേട്ടനെ കണ്ടിട്ട് കരിസ്മാറ്റിക്കാരനായ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ചിന്തിക്കുകയാണ്, ആ ചേട്ടൻ എൻ്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ? ഞാനാകട്ടെ പരിശുദ്ധാത്മ ലഹരിയിൽ നടക്കുന്നു, ചേട്ടനാകട്ടെ മദ്യത്തിൻ്റെ ലഹരിയിൽ നടക്കുന്നു. ചേട്ടനേക്കാൾ ഞാൻ എത്രയോ വലിയവൻ എന്നുള്ളിൽ ചിന്തിക്കുന്നു. പിറ്റേ ദിവസം അവൻ ജഡിക പാപത്തിൽ വീഴുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പാപം തന്നെയാണ് നമ്മുടെ വീഴ്ചയ്ക്ക് കാരണം. കർത്താവ് പറയുന്നു, ബി കെയർഫുൾ, നിങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട്, ഒരു മനുഷ്യന്റെ പാപം 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വേദനയ്ക്ക് കാരണമായി തീർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വലിയൊരു സത്യമുണ്ട്. ആഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദൈവം എടുക്കരുതെന്ന് പറഞ്ഞ വസ്തുക്കളെ ഒളിപ്പിച്ചു വച്ചപ്പോൾ ഇസ്രായേൽ ജനം മുഴുവൻ പരാജയപ്പെട്ടു പോവുകയാണ്. ഞാൻ ഈ അടുത്ത നാളിൽ ഒരു ആർട്ടിക്കിൾ, ഒരു ലേഖനം കണ്ടതിൽ സഭയെ പരിഹസിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. അതിൽ എഴുതിയ ആൾ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: സഭ എന്താണ് പഠിപ്പിക്കുന്നത്? ഒരു മനുഷ്യൻ ഒരു പഴം തിന്നതിൻ്റെ പേരിൽ മനുഷ്യവർഗം മുഴുവൻ പാപികളായി തീരുമെന്നോ? എന്ത് വിഡ്ഢിത്തരമാണ് സഭ പഠിപ്പിക്കുന്നത്? അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വളരെ ബുദ്ധിമാനാണെന്ന് അഭിമാനിക്കുന്ന 4-5 PhD ഉള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം വച്ചിനെ കാച്ചുകയാണ്. ഒരു മനുഷ്യൻ പഴം തിന്നതിന് മനുഷ്യവർഗം മുഴുവൻ എങ്ങനെയാണ് പാപത്തിൽ വീഴുന്നത്? എന്താണ് ഈ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്? ഇങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത്? അദ്ദേഹം ആഞ്ഞടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനൊരു ചെറിയ ഉത്തരം ഞാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ബസ് സൂപ്പർ ഫാസ്റ്റ്, അതിൻ്റെ അകത്ത് 45 യാത്രക്കാർ യാത്ര ചെയ്യുകയാണ്. അവരാരും മദ്യപിച്ചിട്ടില്ല, അവരെല്ലാം വളരെ നല്ല മനുഷ്യരാണ്. പക്ഷെ ഡ്രൈവർ മാത്രം മദ്യപിക്കുന്നു എന്ന് വിചാരിക്കുക. ഡ്രൈവർ മദ്യപിച്ചിട്ട് ഈ സൂപ്പർ ഫാസ്റ്റ് ഓടിക്കുകയാണ്. ബസ് അപകടത്തിൽപ്പെടുന്നു, കൊക്കയിലേക്ക് മറിയുന്നു എന്ന് വിചാരിക്കുക. ഈ 45 യാത്രക്കാരും മരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇതിൽ ആരാണ് തെറ്റ് ചെയ്തത്? ഒരൊറ്റ മനുഷ്യൻ. ബസ്സിനെ നയിക്കുവാൻ വിളിക്കപ്പെട്ടിരുന്ന വ്യക്തി, ബസ് ഓടിക്കുവാൻ വിളിക്കപ്പെട്ടിരുന്ന ഏക വ്യക്തി തെറ്റ് ചെയ്തതിനാൽ, അനുസരണക്കേട് കാണിച്ചതിനാൽ ആ ബസ്സിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു തെറ്റും ചെയ്യാത്ത 45 പേര് മരണം ഏറ്റെടുക്കേണ്ടതായിട്ട് വരികയാണ്. ഒരു ഉദാഹരണം കൂടെ പറയാം. നല്ല മഴക്കാലത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്, അതിൻ്റെ അകത്ത് 45 യാത്രക്കാരുണ്ട്. ഒരേ ഒരു മനുഷ്യൻ മാത്രം അതിൻ്റെ അകത്തിരുന്ന് സിഗരറ്റ് വലിക്കുകയാണ്. ബസ്സിൻ്റെ അകത്ത് മുഴുവൻ പുക കൊണ്ട് നിറയുന്നു. മഴയായതുകൊണ്ട് ഷട്ടർ ഇട്ടിരിക്കുന്നു. ആ ബസ്സിൻ്റെ അകത്തുള്ള ആരും സിഗരറ്റ് വലിക്കുന്നില്ല. പക്ഷെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ചുമയ്ക്കാൻ തുടങ്ങി, പിന്നീട് സ്ത്രീകൾ ചുമയ്ക്കാൻ തുടങ്ങി, പിന്നീട് ബസ്സിൻ്റെ അകത്ത് കൂട്ടച്ചുമയായി മാറി. ഇവിടെ തെറ്റ് ചെയ്തത് ഒരു മനുഷ്യനാണ്. അതിൻ്റെ അകത്തുണ്ടായിരുന്ന മുഴുവൻ പേരും ശിക്ഷ ഏറ്റെടുക്കേണ്ടതായിട്ട് വരികയാണ്. ഇത് ഒരു നിയമമാണ്, ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബനാഥൻ തെറ്റ് ചെയ്യുമ്പോൾ ആ കുടുംബത്തിൽ മുഴുവൻ ഇരുട്ട് കടന്നു വരികയാണ്. ഒരു കുടുംബനാഥ അനുസരണക്കേടിൽ ജീവിക്കുമ്പോൾ ആ ഭവനത്തിൽ മുഴുവൻ ഇരുട്ട് വരികയാണ്. ഞാൻ അനേക സ്ഥലങ്ങളിൽ സുവിശേഷവുമായിട്ട് കടന്നു പോകുമ്പോൾ പലപ്പോഴും മറ്റു വീടുകളിൽ താമസിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം, ചില സ്ഥലങ്ങളിൽ ചില വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്കറിയാം, പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന വീടുകൾ, പരിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന വീടുകൾ, ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന വീടുകൾ. കാരണം എന്താണെന്നറിയാമോ? കുടുംബനാഥൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ, കുടുംബനാഥ അഭിഷേകം നിറഞ്ഞവൾ. മുൻപിൽ നിന്ന് നയിക്കുന്നവർക്ക് അഭിഷേകമുണ്ട്, വിശുദ്ധിയുണ്ട്. അത് ഭവനത്തെ മുഴുവനും സ്വാധീനിച്ചിരിക്കുന്നു. ചില വീടുകളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ അറിയാം, കൂരിരുട്ടാണ്. കാരണം മുൻപിൽ നിന്നും നയിക്കുന്ന വ്യക്തി വെറുപ്പിലാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഹൃദയത്തിന് ചേർച്ചയില്ല, അകൽച്ചയുണ്ട്. അവിടെ പ്രോബ്ലം അനുഭവിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരാളുടെ തെറ്റ് മൂലം ഒരു തെറ്റും ചെയ്യാത്ത പലരും ശിക്ഷയും വേദനയും ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പാഠം നമ്മൾ ശക്തമായിട്ട് പഠിക്കേണ്ടതായിട്ട് ഇരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, നമ്മുടെ പാപം നമ്മളെ വേട്ടയാടും എന്നുള്ളതാണ്. മറക്കരുത്. സംഖ്യയുടെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം പറയുന്നു, നിന്റെ പാപം നിന്നെ വേട്ടയാടും. നിങ്ങൾ തന്നെ തെറ്റിദ്ധരിക്കരുത്.
ദൈവം ഒരിക്കലും നമ്മളെ വേട്ടയാടത്തില്ല. കഞ്ചാവ് അടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ദൈവം വേട്ടയാടത്തില്ല. കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം വേട്ടയാടത്തില്ല. വ്യഭിചാരത്തിൽ ജീവിക്കുന്ന ഒരു മകളെ ദൈവം വേട്ടയാടത്തില്ല. പക്ഷെ വേറൊരാൾ വേട്ടയാടും. ആ ആളെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ്, പാപം. നിന്റെ പാപം നിന്നെ വേട്ടയാടും. പ്രഭാഷകന്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളിക്കത്തുന്ന തീ പോലെയാണ്, ജീവിതത്തെ മുഴുവൻ നശിപ്പിച്ച് കളയുന്നത് വരെ അത് അടങ്ങുകയില്ല. എത്ര മനോഹരമായൊരു വചനമാണ്! പ്രഭാഷകന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 23-16 പറയുകയാണ്, വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളിക്കത്തുന്ന തീ പോലെയാണ്, ജീവിതത്തെ മുഴുവൻ നശിപ്പിച്ച് കളയുന്നത് വരെ അത് അടങ്ങത്തില്ല. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവചനം പറയുന്നു, ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിച്ചിരിക്കുന്നു, ആരും എന്നെ കാണുകയില്ല, ഞാൻ ഒരിക്കലും പിടികൂടപ്പെടുകയില്ല. എന്തൊരു വെട്ടിത്തരമാണ്! ഇരുട്ടത്ത് പാപം ചെയ്യുന്ന ഒരു വ്യക്തി പറയാണ്, ഇരുട്ടെനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, വചനം പറയാണ്, നിന്റെ പാപം നിന്നെ വേട്ടയാടും. ദൈവം ഒരിക്കലും നമ്മളെ വേട്ടയാടത്തില്ല. അവിടെ നമ്മുടെ അപ്പനാണ്, സ്നേഹമുള്ള നമ്മുടെ പപ്പയാണ്. പപ്പയ്ക്ക് മക്കളെ വേട്ടയാടാൻ പറ്റത്തില്ല. പപ്പ എപ്പോഴും രക്ഷിക്കുന്ന ബിസിനസ്സിൻ്റെ അകത്താണ്. ദൈവം എപ്പോഴും രക്ഷിക്കുന്ന ബിസിനസ്സിലാണ്. ദൈവത്തിനും മറ്റൊരു ബിസിനസ് ഇല്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. പക്ഷേ നമുക്കൊരു ശത്രുവുണ്ട്, പാപം. അവൻ നമ്മളെ വേട്ടയാടും. റോമാലേഖനം 6-ാം അധ്യായം 22-ാമത്തെ തിരുവചനം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. നമ്മൾ പാപത്തിന്റെ പുറകെ പോയാൽ ആ പാപം നമുക്കൊരു ശമ്പളം തരും, അത് തകർച്ചയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, വചനം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമുക്ക് രക്ഷയുണ്ടോ? ഉണ്ട്. അവിടെയാണ് നമ്മുടെ സന്തോഷം, അവിടെയാണ് സുവിശേഷം. അത് പറഞ്ഞ് ഞാൻ ഇന്നത്തെ ശുശ്രൂഷ അത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാപം നമ്മളെ വേട്ടയാടിയാൽ പോലും നമ്മളെ രക്ഷിക്കാൻ ഒരാളുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം തിരുവചനം, നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ നീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ! നാം യേശുവിൻ്റെ കുരിശിലെ അടുത്തിലേക്ക് ചെന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവൻ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ നീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 യോഹന്നാൻ 1:7 പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും നീക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഒരു വചനം കൂടെ പറഞ്ഞ് ഇത് ഞാനൊന്ന് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 6-ാം അധ്യായം 22-ാമത്തെ തിരുവചനം, യേശു ക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വചനം പറയുന്നു. റോമർ 6:22 അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആകയാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിൻ്റെ അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. കണ്ടോ, പാപം ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു വ്യക്തിക്ക് കിട്ടുന്ന സമ്മാനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ വെളിപ്പെടുത്തുന്ന ഇങ്ങനെയാണ്, ആകയാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിൻ്റെ അടിമകളായിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. ഇറ്റേണൽ ലൈഫ്, ലൈഫ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ജീവൻ, നിത്യജീവൻ, അതിൻ്റെ ഒടുവിൽ സ്വർഗരാജ്യം, പിതാവിൻ്റെ പ്രകാശത്തിൽ എന്നും വസിക്കാനുള്ള ഭാഗ്യം, മഹത്വത്തിൽ പങ്കാളിയാകാനുള്ള ഭാഗ്യം. കാണുക പ്രിയപ്പെട്ടവരെ, പാപം ഒരു വേട്ടക്കാരനെ പോലെ നമ്മളെ വേട്ടയാടുമ്പോൾ ആ വേട്ടക്കാരനിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ കടന്നു വന്നു. വേട്ടക്കാരൻ എയ്ത എല്ലാ അമ്പുകളും, വേട്ടക്കാരൻ നമ്മുടെ നേരെ കുലച്ചു വെച്ച എല്ലാ അമ്പുകളും, വാളും കുന്തവും ആയുധങ്ങളും വെട്ടുകത്തിയും കോടാരിയും എല്ലാം നമ്മുടെ മേൽ വന്ന് വീഴാതെ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ രക്ഷിച്ച രക്ഷകനെയാണ് കുരിശിൽ കാണുന്ന യേശുവിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രിയപ്പെട്ടവരെ, പാപം ഒരു വേട്ടക്കാരനെ പോലെ നമ്മളെ വേട്ടയാടുമ്പോൾ നമ്മൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ വേട്ടക്കാരൻ നമ്മളെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയല്ല, പകരം നിനക്ക് ഞാനുണ്ട്, നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട്. യേശയ്യായുടെ പുസ്തകം 41:13 പറയുന്നു, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈക്ക് പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കും. നമുക്കൊരു യേശുവുണ്ട് പ്രിയപ്പെട്ടവരെ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിക്കാൻ തയ്യാറായാൽ നമുക്ക് രക്ഷ ഉറപ്പാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പാപം ഞങ്ങളെ വേട്ടയാടുമ്പോഴും ജെറിക്കോയ്ക്ക് ശേഷം ആയിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയാലും, ഞങ്ങളുടെ അഹങ്കാര നിമിത്തം ഞങ്ങൾ തോറ്റുപോയാലും, ഞങ്ങളുടെ അനുസരണക്കേട് നിമിത്തം ശത്രു ഞങ്ങളുടെ പിന്നാലെ വന്ന് ആക്രമിച്ചാലും, യേശുവേ എന്ന് ഹൃദയം പൊട്ടി വിളിക്കുമ്പോൾ
ഞങ്ങളെ രക്ഷിക്കുന്ന ഒരു രക്ഷകൻ ഞങ്ങൾക്കുള്ളതിനാൽ നന്ദി പറയുന്നു. പിതാവേ, അവിടുത്തെ പുത്രനായ ഈശോയെ ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.